ഗയ്സ് ഇന്ന് നമ്മൾ ലോ ബഡ്ജറ്റ് വേഴ്സസ് ഹൈ ബഡ്ജറ്റ് റൂമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് ഞാൻ ലോ ബഡ്ജറ്റ് റൂം സെറ്റ് ചെയ്യാൻ പോകുന്നത്. നീ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാം, ഹോസ്പിറ്റലിലെ കട്ടിലില്ലേ അത് എടുത്തിട്ട് നീ ഇവിടെ ഇടണം. ലോ ബഡ്ജറ്റ് റൂം. ഗൈസ് ഇതാണ് എന്റെ പ്ലേസ്. ഞാൻ ഇവിടെയാണ് ഗൈസ് 5 സ്റ്റാർ റൂം ആക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോ എന്താണ്, സ്റ്റുഡിയോ എന്താണ്. ഇന്ന് കാണിച്ചിട്ട് സ്റ്റുഡിയോ എന്താക്കണം. എനിക്ക് ഇവിടെ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നീ ആ പ്ലാൻ കൊണ്ട് അവിടെ കമത്ത്, ഞാൻ എന്റെ പ്ലാൻ ഇവിടെ കമത്താം. ഞാൻ വിചാരിക്കുന്നു ഇതിനകത്തൊരു പിൻട്രസ്റ്റി വൈബ് സാധനം സെറ്റ് ചെയ്താലോ. ഒരു ഗ്രീനറി, ഒരു കോസി വൈബ് സാധനം. അതാകുമ്പോ ലോ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനാണേലും ഒരു സാധനം പ്ലാൻ ചെയ്ത് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് നമ്മളത് സെറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ പിക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഈ സാധനത്തിലാണ് നമ്മൾ എല്ലാ സാധനവും മേടിച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് വരുന്നത്. സെറ്റ് ചെയ്താലോ അവയിൽ. ഞാനും ഭാവയും കൂടെ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഈ കോസ്റ്റ്യൂമിൽ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പൊ ഞാൻ റെഡിയായി തുടങ്ങിയാലാ. ഗൈസ് ആണ് നമ്മൾ പഴയ വീട്ടിൽ വന്ന്. പഴയ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ഇവിടെയാണ് ഗൈസ് കിടിലം സാധനങ്ങളുള്ളത് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ പഴയ സ്റ്റുഡിയോക്കകത്ത് ഇരുന്നതാണ്. ഇതുപോലെ പണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എല്ലാ ഗിഫ്റ്റാണ് ഇതെല്ലാം. പിന്നെ കുറേ യൂട്യൂബിൻ്റെ ലൈറ്റുകൾ, ബാഗ്, യൂട്യൂബിൻ്റെ കുറേ ഡ്രസ്സ്. ഇതാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്ന സ്ഥലം. പിന്നെ പുതിയ ബൈക്ക് നമ്മൾ തുറക്കാൻ പോകുന്നു. തുറക്കപ്പം ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഞാൻ സംഭവം പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചു വെച്ച ക്യാൻവാസാ. ഇതെല്ലാ സാധനം എടുത്തിട്ട് നമുക്ക് പുതിയ വീട്ടിൽ പോകും. നമുക്ക് മെയിനായിട്ട് സോഫയും ചെയറെല്ലാം എടുക്കണം. വാവയാണ് എന്നെ വീഡിയോ എടുക്കുന്നത്. എന്റെ ഫുള്ള് കാണണം എന്നാണ് എന്റെ വിചാരം. ഞാൻ വൃത്തിയാക്കാനാണ് പോകുന്നത്. എന്റെ കൂടെ വരണം വാവ. നമുക്കെല്ലാം വൃത്തിയാക്കാം. അവിടെ നിന്ന് തൂക്കിയപ്പോഴേ പകുതി എനർജി തീരുന്നത്. ഇത് ഇറക്കുമ്പോൾ എൻ്റെ എനർജി എല്ലാം തീരും. എൻ്റെ റൂം ഫ്ലോപ്പ് ആവും. ആ സാധനം തൂക്കി ഇതിനകത്ത് കേറാത്ത വഴി കൂടെ നമ്മൾ കൊണ്ടുവന്ന് ഗൈസ്. ഇങ്ങനെ നോക്കി പകുതിയിൽ ലോക്കായിരിക്കുന്നു. ഒക്കെ വച്ചാ എളുപ്പത്തിന് ഊര, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കഷ്ടപ്പെടണം. ഇല്ലേ വാവേ? കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടെന്ന് വേണേ പറയാം. ഇത് നമ്മൾ ഇവിടെ കയറ്റാൻ ഭയങ്കര പാട്. താരൊക്കെ വിങ്കായി വെച്ചാൽ നിന്ന് ഒരു ജനറേറ്റർ തുറക്കുക, ജീവൻ പോയി. നമ്മുടെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ വാള് ഫുള്ള് പെയിന്റ് ചെയ്യാൻ പോകും. അപ്പോഴേ നമുക്ക് 5 സ്റ്റാർ രീതിയിലുള്ള ഇത് കിട്ടുള്ളൂ. ഇനി ഇത് ഫുള്ള് നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ ക്ലീൻ ചെയ്തിരുന്നു. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം പെയിന്റ് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ. ഇത് ഫ്ലോപ്പ് ആവാതിരുന്നാൽ മതി. നമ്മൾ കറക്റ്റ് 1 ലിറ്റർ പെയിന്റിന് 300 ml വെള്ളം ഒഴിക്കണം. നമ്മൾ ഫ്ലോറിൽ ഈ സാധനം വിരിച്ചിടാൻ പോകുന്നു. നമ്മൾ ഫുള്ള് ടാർപ്പ വിരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു പെയിന്റ് അടിക്കാൻ ഇത്ര കഷ്ടപ്പാടെന്ന് വിചാരിച്ചില്ല കേട്ടാ.
ഇനി നമ്മൾ എന്ത് ചെയ്യും? ഐഡിയ ഉണ്ട്. നമ്മളാണെങ്കിൽ ഷൂട്ടിന് വാങ്ങിച്ച സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാകൾ. അപ്പൊ നമ്മൾ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. സെറ്റാക്കി നമ്മൾ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ ഒതുങ്ങി ഒതുങ്ങി വരുന്നു. ഇവിടെ ഇപ്പൊ വാള് ഫുള്ള് നമ്മൾ പെയിന്റ് അടിച്ച് നമ്മളിവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം. നമ്മൾ വാള് പെയിന്റ് അടിക്കാതെ 3-4 മണിക്കൂർ പോയി നമുക്ക്. നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചോണ്ട് പെയിന്റ് ടൈൽസിലൊന്നും ആയില്ല. കറക്റ്റ് പ്രൊഫഷണലിസം. അപ്പൊ നമ്മൾ ഇവിടെ ഫുള്ള് പായ വിരിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്കൊരു വൈബ് കിട്ടും. എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം പെയിന്റ് അടിക്കുന്നത് നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു 1000 രൂപയുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന ചെടികളെല്ലാം യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. വെള്ളമെല്ലാം പറക്കിക്കൊണ്ട് വരാം ഗൈസ്. ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാന്നാ എന്റെ വിചാരം. കുറച്ചായ ഒരു ഡെഡായി. ഇനി നമുക്ക് ഈ സ്റ്റുഡിയോയിലുള്ള കട്ടിലെല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടുപോകണം. അപ്പം 2 സിംഗിൾ ബെഡ് ആക്കിയിട്ട് നമ്മൾ ഒരു വലിയ കിങ് സൈസ് ആക്കാൻ പോവാണ്. കറക്റ്റ് പാട്ട്. ആരാരോ ആരിരാരോ എന്ന് പാടിക്കൊണ്ട് ഞങ്ങൾ എടുത്തോണ്ട് വന്ന ബെഡിൽ കയറി കിടക്കണം. അടുത്ത ബെഡ് എടുത്തോണ്ട് വരാം നമുക്ക്. ഇത് ഇതിനല്ല കിടന്നിട്ട്. നമ്മള് ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നു. കിങ് സൈസ്. ഒറ്റ കയ്യിലൊക്കെ ഞാൻ തൂക്കും. പട്ടിയെ പോലെ പണിയെടുത്തിട്ട് അവിടെ രാജാവ് പോലെ നാളെ ജീവിച്ച് കാണിച്ചു തരാം. എന്റെ പുതിയ ഷർട്ട് ഗൈസ്. ഈ പണി കഴിയുന്നവർ എന്റെ ഷർട്ട് കളയില്ല. ഈ റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പയുടെ പഴയ കുറച്ച് മുണ്ട് കിട്ടി എനിക്ക്. എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലേ ഞാൻ എന്താ ചെയ്യുന്നത്? വന്നാ മതി ഇതുപോലെ തന്നെ പപ്പയുടെ മുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെ വന്നെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് നമ്മള് കയറിലി കെട്ടിയിട്ടത്? ഇനി നമുക്ക് ബെഡ് ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, നിലവിൽ ഞാൻ ഇപ്പൊ ഇവിടെ ബെഡ് സെറ്റ് ചെയ്ത്, അവിടെ ഒരു ബെഡ് റെസ്റ്റ് സെറ്റ് ചെയ്ത്, അവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത്, വോള് ഫുള്ള് പെയിന്റ് അടിച്ച് ഗൈസ്. പിന്നെ ഈ സോഫ എടുത്തിട്ട് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. പക്ഷെ ഞാൻ പകുതിയെ ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഈ ചുമരിലൊക്കെ കുറച്ച് പണികളുണ്ട് ഗൈസ്. അതെല്ലാം കൂടി ചെയ്ത് കാണിച്ചു തരാം. ലാസ്റ്റത്തെ ഫൈനൽ ടച്ച് കൂടെ കഴിഞ്ഞ സെറ്റ്. അമ്മയുടെ സാരി, പപ്പയുടെ മുണ്ട് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ. നമ്മൾ ഏകദേശം എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് രാവിലെ റൂം കയറാം. ഗൈസ്, നമുക്ക് ഹോട്ടൽസിൽ കാണുന്ന പോലെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇതില്ലേ, ആ സോഫ യെല്ലോ കളറിലായതുകൊണ്ട് നമുക്കൊരു യെല്ലോ കളർ തീമിനെ പിടിക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇനിയാണ് നമുക്ക് ഡ്രില്ലിങ്ങിന്റെ കുറെ പരിപാടികൾ. ഇത് തീരുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്, ഭയങ്കര പാട്. നമ്മൾ ഇതിന്റെ സൈഡ് ഫുള്ള് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെന്റ് ഫുള്ള് ഇവിടെ അളവെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ പ്ലേ ബട്ടൺ കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അളവെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആളെ വിളിച്ച് ഇവിടെ ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് എല്ലാ സെറ്റപ്പും ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ റൊണാൾഡോയുടെ ജേഴ്സിയും മാൻസിറ്റി ഫുൾ പ്ലേയേഴ്സ് സൈൻ ചെയ്ത് ജേഴ്സി അവിടെ സെറ്റ് ചെയ്യണം. പ്രസിഡൻഷ്യൽ ഷൂട്ട് ആവും ഇത്.
എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അഴുക്കായി. നമ്മൾ വീണ്ടും ക്ലീനിങ് ചെയ്യണം. നമ്മൾ രാത്രിയല്ല സെറ്റാക്കി ഒന്ന് രാവിലെ വന്നപ്പോ കിട്ടില്ല വൈബ്. അഭിന് വന്നിട്ടുണ്ട്. രാത്രി ഇല്ലേ, രാത്രി കാറ്റില്ലായിരുന്നു, അത് കറക്റ്റ് നിന്ന്. കൊള്ളല്ലേ നമ്മൾ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്നതാണ് കഴിവ് എന്ന് പറയുന്നത്. വീട്ടിലുള്ള എല്ലാ സാധനവും എടുത്തിട്ടില്ല. ഞാൻ പപ്പയുടെ മുണ്ട് വെച്ച് ആദ്യം ഒരു ഒരു നല്ലൊരു സാധനം റൂഫിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു നല്ല സാധനം സെറ്റ് ചെയ്ത്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തെങ്കിലും വേണം. അപ്പൊ ഞാൻ തന്നെ വരച്ച കഥകളി എടുത്ത് ഞാൻ വെച്ച്. സൈഡ് ആനിയുടെ ഫോട്ടോ, എന്റെ ഫോട്ടോ, ആനി വരയ്ക്കാണ്ടിരിക്കുന്ന. അത് സംബന്ധിച്ചാ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയമൊന്നും കിട്ടുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് പെയിന്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ബെഡ്, എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ട ആനിയുടെ ഈ ബെഡും ഈ ബാക്കിലിരിക്കുന്ന കുറച്ച് ചെടികളും. കണ്ട ആനിയുടെ കഴിവ് എവിടെയായിരിക്കും. ഇല്ല ഗൈസ്, കുറച്ചുകൂടെ മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ സാധനങ്ങൾ പ്രോപ്പർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് കളർ കോമ്പിനേഷൻ കൊള്ളാം. കണ്ട പല പല കളർ. അത് നമുക്ക് എവിടെന്നോ കിട്ടിയ പായത് ഗൈസ്. നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് മേടിച്ച പാകളുണ്ടായിരുന്നു, അപ്പൊ അത് വെച്ച് കോമ്പറ്റീഷൻ. എങ്ങനെയുണ്ട് ബുക്കൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ Airbnb വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്കിത് അങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ട, ഇത് എങ്ങനെയുണ്ട് അനുസരിച്ച കഴിവ് എങ്ങനെയുണ്ട് ഹാങ് ചെയ്തിട്ട്, അതെങ്ങനെ കയറില് വൈബ് തന്നെ. പകുതി പോലെ ആയില്ല അവിടെ. ആ ഒരു ഫാനിലാണ് നമ്മൾ ഇവിടെ കാറ്റ് കൊള്ളുന്നത് ഗൈസ്. പക്ഷെ ഇവിടെ കാറ്റുണ്ടാക്കി, ഇവിടെ അത്യാവശ്യം കാറ്റുണ്ട്. പുറത്തായോണ്ട് ടെറസിന്റെ മുകളിലായോണ്ട് നല്ല കാറ്റുണ്ട്. ഇങ്ങനെ വേണം ഒരു സുഖം. ആക്ച്വലി ഗൈസ്, ഇവിടെ നല്ലൊരു കർട്ടനോടെ ഇട്ടിട്ട് അകത്ത് നല്ല കൂളിംഗിന്റെ സെറ്റപ്പ് എല്ലാം വച്ചല്ലേ. സെറ്റ് റൂം ഇത്. സെറ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിനകത്താണ് കിടുക റൂം. എന്നിട്ട് താഴെയുള്ളത് എന്റേത് കണ്ടല്ല, എങ്ങനെയുണ്ട്? ലോ ബഡ്ജറ്റ് ആയോ അബി? ഇനി നിങ്ങൾ അബിന്റെ ഒരു സാമ്രാജ്യത്തിലാണ്. ഹൈ ബഡ്ജറ്റ് സാധനമാണ് ഗൈസ് അബിന് പ്രിപ്പയർ ചെയ്തത്. നമുക്ക് അത് പോയി കണ്ടാലോ? എന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. അതില്ലേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് ഹാങ് ചെയ്തിട്ട കുഴപ്പമില്ല, ഞങ്ങൾ ചുമ്മാ എടുത്ത് വെച്ചു. ഗൈസ്, എന്റെ മനക്ക വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സ്വാഗതമാണോ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതൊരു ഗ്രാൻഡ് സ്യൂട്ടാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ മെയിൻ ഹൈലൈറ്റ് 2023 മാൻ സിറ്റി ഫുൾ പ്ലേയേഴ്സ് സൈൻ ചെയ്ത ടീഷർട്ടാണ്. ഇത് ആക്ച്വലി ഒരു മ്യൂസിയത്തിനേക്കാളും വലുതാണ് എന്റെ റൂം. ഇത് 2023 മാൻ സിറ്റിയിലെ ഫുൾ പ്ലേയേഴ്സ് സൈൻ ചെയ്ത ടീഷർട്ടാണ്, ഇൻക്ലൂഡിങ് കോച്ച്. പിന്നെ നമ്മുടെ റൊണാൾഡോ സൈൻ ചെയ്ത ടീഷർട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിങ് സൈസിനേക്കാൾ ആക്ച്വലി വലിയ സൈസാണ് ഈ ബെഡ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായി? ചില്ല് റൂം, വൈബ് റൂം. ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ നമുക്ക് ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മള് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ 5 ഇയേഴ്സിന്റെ യൂട്യൂബ് ജേണി. ഈ ഫസ്റ്റ് ഈ പ്ലേ ബട്ടൺ ഇത് കിട്ടിയിട്ട് നമുക്ക് 5 വർഷമായി ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയതാണ് 1 മില്യൺ ചട്ടമ്പീസിന്റെ മെയിൻ ഗോൾഡൻ ബട്ടൺ. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ചാനലിന്റെ കിട്ടിയത് പേര് ചട്ടമ്പീസ് 2.0 എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലോ ഗൈസ്, അതിന് കിട്ടിയതാണ് ഈ സിൽവർ ബട്ടൺ. അതിന്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഗൈസ് ഇന്നലെ കിട്ടിയത് അഭിനയ ആന്റണി. പിന്നെ നമുക്ക് നമ്മുടെ തേർഡ് ചാനൽ ഡാൻസിന്റെ പേരിൽ ഹാപ്പി ബർത്ത്ഡേ ഡാൻസ്. നമുക്ക് പിന്നെ വേറൊരു ചാനലൂടെ ഉണ്ട്, അനന്തു ചാച്ചന്റെ ചാനൽ. അതിൽ നമുക്ക് സിൽവർ ബട്ടൺ ഉണ്ട്. അതായത് അനന്തു ചാച്ചന്റെ വീട്ടിലായിരിക്കുന്നത്. നമുക്ക് മൊത്തം 6 പ്ലേ ബട്ടൺ ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് ആദ്യം കിട്ടിയ 3 പ്ലേ ബട്ടൺ എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ആദ്യത്തെ യൂട്യൂബിന്റെ സിഇഒ സൈൻ ചെയ്തതാണ്. ഇത് ഇപ്പൊ സിഇഒ മാറി, ആദ്യത്തെ സിഇഒ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത് വിലപ്പെട്ട വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വലിയ TV സെറ്റ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ സ്പീക്കർ സെറ്റ് ചെയ്ത് ഗൈസ്. നൈസ് അല്ലേ? പിന്നെ ഇവിടെ നമ്മള് യൂട്യൂബിന്റെ ഇത് സെറ്റ് ചെയ്ത് ഗൈസ്. ഇത് സംഭവം ചിലതില്ല. നമ്മുടെ എൽവ സോഫ. യൂട്യൂബ് ഇൻഡു ഫുട്ബോൾ മ്യൂസിയം എന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു Airbnb ആക്കാം. 5000.
ബഡ്ജറ്റ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് guys. ഈ റൂമിൽ ഫുള്ള് പ്രീമിയം സാധനം. നമ്മൾ ഈ വലിയ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അവരൊരു ലോബിയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഈ റൂമിനകത്ത് വെച്ചിരിക്കണ guys. അതാണ് ഇത്ര ഇതാവാൻ കാരണം ഈ റൂം. പിന്നെ വില കൂടിയ സാധനങ്ങൾ എല്ലാം സാധനങ്ങളാണ്. ഈ ടീഷർട്ടും അത് ഇതൊക്കെ കണ്ടപ്പോ സെറ്റ്. നമ്മളില്ലേ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് തുടങ്ങിയത് ഇന്നലെ രാവിലെ. അതായത് നമ്മൾ ഇന്ന് ഇന്റീരിയർ വർക്ക് ചെയ്യണം, നമ്മൾ തന്നെ എഞ്ചിനീയർ, നമ്മൾ തന്നെ എല്ലാം. പിറ്റേ ദിവസം ഉച്ചയായി guys. ഈ സാധനങ്ങൾ തൂക്കുന്നവരെ നമ്മളായിരുന്നു. ടോട്ടലി പറഞ്ഞ എംപ്ലോയർ, എഞ്ചിനീയർ, വർക്കർ എല്ലാം നമ്മൾ തന്നെ ഇത് ചെയ്തത്. ഒരു കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. ഒറ്റ ദിവസത്തിൽ സെറ്റ് ചെയ്തെടുത്ത പക്ക. അതാണ് കോൺഫിഡൻസ്. എനിക്ക് ആദ്യം ചെയ്യാൻ പറ്റുമോ കാരണം നന്നായിട്ട് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു വഴിയായി. പക്ഷെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ മുകളിൽ സെറ്റ് ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ മുകളിൽ കുറച്ച് പാടായിരുന്നു. ആനി എന്നെക്കാളും നേരത്തെ സെറ്റ് ചെയ്ത് ആനിക്ക് തീരാറായപ്പോ എനിക്ക് ഇവിടെ തുടങ്ങിയേ ഉള്ളൂ. ഇതെങ്ങനെ തീരും? ഇത് സംഭവം ഇതിന് ബാക്കില് പെയിന്റ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് ഹൈ ബഡ്ജറ്റ് വേഴ്സസ് ലോ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ അമർത്തുക. ബൈ.